ഹലോ ഹാപ്പി സൺഡേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ പി ജി എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള സുഷ്മേൻ്റെ വർക്ക് സൈറ്റിലേക്കാണ്. ആളൊരു സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ സൺഡേ ആയിട്ട് ഞാനല്ലേ തനിച്ചാണ് പി ജിയിൽ. അപ്പോൾ ആൾ വിളിച്ചു, കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. രാവിലെ ബസ് സ്റ്റോപ്പ് വരെ നമ്മൾ നടക്കണം, കാരണം ഓട്ടോ നമ്മൾ നോക്കി കിട്ടിയില്ല. ബെറ്റർ നടക്കാമെന്ന് വെച്ചു, മോർണിംഗ് അല്ലേ. അപ്പോൾ ആൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ബസ് സ്റ്റോപ്പിലേക്കുള്ള യാത്രയിലാണ്. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ സംസാരിച്ചൊക്കെ ഒരു 10-15 മിനിറ്റോളം നമുക്ക് നടക്കാനുള്ളതുണ്ട്. രാവിലെ ആയതുകൊണ്ട് പിന്നെ രണ്ടാൾക്കും മടിയില്ല. അതുകൊണ്ട് രണ്ടാളും രാവിലെ ഹാപ്പി ക്രിസ്മസ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ആൾക്കിന്ന് ജോലീൻ്റെ സ്ഥലത്ത് എന്തോ ഫൈനൽ ഡേൻ്റെ കുറച്ചധികം കാര്യങ്ങൾ ഒക്കെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കൂടി കൂട്ടിയത്. അപ്പോൾ ഇല്ലാത്ത പക്ഷം ആളെന്നും ജോലിക്ക് പോയിട്ട് ഉച്ച കഴിയുമ്പോഴേക്കും തിരിച്ച് പി ജിയിൽ വരാറാണ് പതിവ്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ അവസരം ഞാനും അങ്ങ് മുതലെടുത്തു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി നടന്നു പോകുന്ന വഴിക്കാണ്. ഇത് സ്കൂളാണ് കേട്ടോ. അപ്പോൾ രാവിലെ മോർണിംഗ് വർക്കൗട്ടിനോ എന്തിനൊക്കെ ആയിട്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ട്രെയിനേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്തിരുന്നൊരു സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര സന്തോഷമൊക്കെയായി. ഞങ്ങൾ നേരെ ചെന്നു ബസ് സ്റ്റോപ്പിൽ. കുറച്ച് നിന്നപ്പോഴേക്കും ബസ് വന്നു. അങ്ങനെ ഞങ്ങളതിൽ കയറി നമ്മുടെ സൈറ്റിലെത്തി. ഇതാണ് ഒരു ബൈ റോഡാണ് കേട്ടോ. ഒരു ചെറിയ ഗ്രാമമാണത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ആളുകളും അതുപോലെ തന്നെ നല്ല മനുഷ്യരാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ നടന്നാണ് പോകുന്നത്. എല്ലാവരും വരാനായില്ല, കാരണം നമ്മൾ മോർണിംഗേ തന്നെ പോയി അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. ആൾക്ക് കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗേ പോകുന്നത്. രണ്ടാളും പിന്നെ കുറേ നേരം അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം അത്രയും നല്ല പ്രകൃതി രമണീയതയാണ് അവിടെ കാണാൻ. അത്ര നല്ല ഇതാണ്. പിന്നെ ട്രാക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു വൈബാണ് കിട്ടുന്നത്. നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ടെമ്പിളിൻ്റെ ഒരു പോർഷനിലാണ് അതിൻ്റെ ക്ലാസ്സും അവരുടെ കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അവർക്ക് എന്തോ എക്സാം പോലെ എന്തൊക്കെയാണെന്ന്. ഇതൊരു ഭയങ്കര ഒരു ഹില്ലാണ്. ഭയങ്കര പാറകളൊക്കെ നിറഞ്ഞിട്ടൊരു പോർഷനാണ്. വളരെ ദൂരെയാണത് നമുക്ക് ഇവിടുന്ന്. നമ്മൾ ബസ്സിൽ വരുമ്പോൾ ആ ഏരിയയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ പോർഷൻ. നമ്മുടെ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. ക്ലാസ്സിൻ്റെ ഒന്നും വീഡിയോസും ഫോട്ടോസും ഞാൻ എടുത്തില്ല. അത് അവരുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ എടുത്തില്ല. പിന്നെ നമുക്ക് അവിടെ നിന്ന് ചായയൊക്കെ കിട്ടി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കും ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാം എൻജോയ് ചെയ്തു. ക്ലാസ്സൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ പരിപാടി ഇതായിരുന്നു. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഏതെങ്കിലും ഒരു പട്ടിക്കുട്ടീനെയോ പൂച്ചക്കുട്ടീനെയോ എന്തിനെങ്കിലും കാണണം. കാരണം നാളുകളായി, മാസങ്ങളും വർഷങ്ങളുമായി ഞാനിങ്ങനെയൊക്കെ നായ്ക്കുട്ടീനെയൊക്കെ കളിപ്പിച്ചിട്ട്. കാരണം എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പട്ടിക്കുട്ടിയൊക്കെ ചത്തുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇതുങ്ങളെ എവിടെ കണ്ടാലും ഞാൻ വെറുതെ വിടത്തില്ല. അങ്ങനെ ദൈവം നല്ല ഉറക്കമായിരുന്നു. അവനെ ഞാൻ ഒരു വിധത്തിൽ ഇറിറ്റേറ്റ് ചെയ്ത് എഴുന്നേൽപ്പിച്ചു. പക്ഷേ കുഞ്ഞാണ് അവനിപ്പോൾ. അമ്മേൻ്റെ അടുത്ത് ഒക്കെ പാല് കുടിച്ച് കിടന്നുറങ്ങേണ്ട പ്രായമാണ്. അമ്മേനെ ഒന്നും കണ്ടില്ല അവിടെ. പക്ഷേ എന്നിട്ട് അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. എന്നാലും എനിക്കങ്ങോട്ട് മനസ്സ് വന്നില്ല. കുറച്ച് നേരം കൊണ്ട് ഇരുന്ന് കളിപ്പിക്കണം എന്നുണ്ടായിരുന്നു. നേരെ പിന്നെ ഞാൻ അവരുടെ വർക്ക് സൈറ്റിലേക്ക് പോയി. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കണ്ടിരുന്ന ആ കുന്ന് നമുക്ക് കാണാൻ പറ്റും. വളരെ അടുത്ത് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം പിന്നെ അവിടെയൊക്കെ നിന്നു കറങ്ങി. ഇതാണ് ആ വില്ലേജിൻ്റെ ഒരു ഫുൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന ടെമ്പിളിൻ്റെ പോർഷനൊക്കെ കാണാൻ പറ്റും. ദൂരെ പിന്നെ മരം കാണുന്ന പോർഷനാണ് നമ്മൾ ഇരുന്ന ടെമ്പിളിൻ്റെ പോർഷൻ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമുക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ കിട്ടി. അവിടെ ആരോ പുതിയ വണ്ടി എന്തോ എടുത്ത അവിടെ കിട്ടി. പിന്നെ തിരിച്ച് വരുന്ന വഴി ഞാൻ വീണ്ടും അവനെ ഒന്ന് കൊഞ്ചിക്കാൻ പോയി കുറച്ച് നേരം. അവനപ്പോഴും നല്ല ഉറക്കമായിരുന്നു. എനിക്ക് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണമെന്ന് ഉണ്ടായിട്ടല്ല, പക്ഷേ അങ്ങോട്ട് സ്നേഹം കൂടി ആക്രാന്തമായി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെയൊക്കെ ഇങ്ങനെ കളിപ്പിക്കാൻ. അങ്ങനെ നേരെ നമ്മൾ ഒക്കെ കഴിഞ്ഞു പോവുകയാണ്. കാരണം ഏകദേശം 12 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകണം. എന്നും ഈ സമയം വരേക്ക് സുഷ്മയ്ക്ക് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ വരുള്ളൂ, ജോലി വരുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിനി സുഷ്മയെ വിളിക്കണം, നേരെ പോകണം. പി ജിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇതാണ് നമ്മുടെ സുഷ്മ മാഡം. ഇനി ആളങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകണം തിരിച്ച്. അപ്പോൾ ആളുടെ ക്യാൻഡിഡേറ്റ് നമ്മളെ അങ്ങോട്ട് പുറത്തേക്ക് ബസ് സ്റ്റോപ്പിലോ എങ്ങാനും ആക്കി തരും. അങ്ങനെ നമ്മൾ രണ്ടാളും 2 ബൈക്കിൽ കയറി പോവുകയാണ്. സുഷ്മ ഒരു ക്യാൻഡിഡേറ്റ് ബൈക്കിലും എന്നെ വേറൊരു അങ്കിളുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നേരെ ഇപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ അങ്കിളിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്കിളുടെ വീട് അവിടെ അടുത്താണ്. അപ്പം കുറച്ച് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഞങ്ങൾ 2 ബൈക്കിൽ കയറി അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് ട്രാവൽ ചെയ്യാൻ
2 ബൈ റോഡൊക്കെ കയറി വേണം പോകാൻ. അവിടെ എത്തുമ്പോൾ ഉള്ള ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. കാരണം നമ്മളെ ചെല്ലുമ്പോഴേ തന്നെ അതിഥികളെ ഭയങ്കരമായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. എന്താ മുല്ലപ്പൂമാല അതാ ഇങ്ങനെ ക്ലോത്ത് ഒക്കെ തന്നിട്ട് പ്രസാദമൊക്കെ തൊടിയിച്ചാണ് ഇടുന്നത്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണത്. അത് അവരുടെ കസ്റ്റം കൾച്ചർ വട്ടെവർ അത് ഭയങ്കരമാണ്. അപ്പം ഇത് അങ്കിളിൻ്റെ മോള് സന്ധ്യയാണ്. ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് പണികൾ അവിടെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ കുറേ കഴിഞ്ഞ ശേഷം അവിടെ ഇരുന്ന് കുറേ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ കിട്ടി നമുക്ക്. സീതപ്പഴം എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കഴിച്ചു. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഞാനിങ്ങനെ നോക്കുകയാണ്, ഈ ചേട്ടനാണ് നമ്മളെ കേട്ടോ ബൈക്കിൽ അങ്ങോട്ട് ഇറക്കുന്നത്. അപ്പോൾ അങ്കിള് നേരം കൊണ്ട് ഒന്ന് പറമ്പ് വരെയോ അവരുടെ വയലിടം വരെ എങ്ങാണ്ടോ പോയി. അങ്കിളിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അങ്കിളിപ്പം വരും. അങ്കിൾ നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അന്നേരം കൊണ്ട് അങ്കിളൊക്കെ വന്നു. അപ്പോൾ അങ്കിള് വന്നു. നേരെ നമ്മൾ അങ്കിളിനോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങുകയാണ്. ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. അങ്ങോട്ട് നേരെ ഞങ്ങൾ കയറി ബൈക്കിൽ കയറി പോവുകയാണ്. ബൈക്കിൽ നിന്ന് അവിടെ തിരിച്ച് വന്ന പാടെ നമ്മൾ നടന്ന അത്രയും പോർഷൻ നമുക്ക് പിന്നെ ബൈക്കിൽ ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി രാവിലെ വന്നത് 1-2 ബൈ റോഡൊക്കെ കയറി നടന്നിട്ടാണ് വന്നത്. അപ്പം അതേ വഴികളെല്ലാം താണ്ടി നമ്മൾ കുറേ നാൾക്ക് ശേഷം നല്ലൊരു വില്ലേജ് വിസിറ്റ് ചെയ്തു. അപ്പം കുറേ നല്ല ഓർമ്മകളുമായിട്ട് ഈ ഒരു വില്ലേജ് നമ്മൾ തിരിച്ച് പേജിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ച് 3 ആളും കൂടി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളിന് ശേഷം വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറക്കാൻ പറ്റാത്ത കുറച്ച് മെമ്മറീസ് തന്ന ഒരു സൺഡേ ആണ് എനിക്കിത്. അപ്പോൾ ഇതെനിക്കെന്നും സ്പെഷ്യലായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.